നമസ്കാരം. ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 21. അങ്ങനെ ഇന്ന് നിഫ്റ്റിയുടെ ഈ മാസത്തിലെ മൂന്നാമത്തെ ആഴ്ചയിലെ വീക്കിലി എക്സ്പയറിയാണ്. ആയതിനാൽ തന്നെ ഇന്ന് മാർക്കറ്റിൽ വോൾട്ടാലിറ്റിയും എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ട് വരും. വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മധ്യസ്ഥരായിട്ടുള്ള രാജ്യങ്ങൾ സമാധാന ചർച്ചകൾക്കായിട്ടുള്ള മുൻകൈ എടുക്കുന്നുണ്ടെങ്കിലും ഒരു സമാധാന ചർച്ചയിലേക്കുള്ള തീരുമാനങ്ങളിലേക്ക് യുഎസും ഇറാനും ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ലെങ്കിലും മധ്യസ്ഥരുടെ ഭാഗത്ത് നിന്നും സമാധാന ചർച്ചകൾക്കായിട്ടുള്ള മുൻകൈ എടുത്തതിനെ തുടർന്ന് എണ്ണയുടെ വില മാറ്റമില്ലാതെ ഇന്നലത്തെ പോലെ തന്നെ തൽസ്ഥിതി തുടരുന്നുമുണ്ട്. എങ്കിലും തുടർച്ചയായി ഇന്നലെ 10ാമത്തെ ദിവസവും യുഎസ് ഇറാൻ ആക്രമണങ്ങൾ തുടരുന്ന കാഴ്ചകൾ തന്നെയാണ് വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാണുവാനായിട്ടും സാധിക്കുക. ഇനി മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ ബജാജ് ഓട്ടോ, ബന്ധൻ ബാങ്ക്, JSW ഇൻഫ്രാസ്ട്രക്ചർ, M&M ഫിനാൻഷ്യൽ സർവീസസ്, ആവാസ് ഫൈനാൻസേഴ്സ്, ആദിത്യ ബിർള സൺ ലൈഫ് AMC, അദാനി എനർജി സൊല്യൂഷൻസ്, ആന്തം ബയോസയൻസ്, അദാനി ടോട്ടൽ ഗ്യാസ്, കാനറ റെപ്കോ അസറ്റ് മാനേജ്മെന്റ് കമ്പനി, ക്രിസിൽ, ഇന്ത്യൻ ഹോട്ടൽസ് കമ്പനി, മാസ്റ്റെക്, മെഡ്പ്ലസ് ഹെൽത്ത് സർവീസസ്, ട്രൈഡന്റ്, TVS മോട്ടോർ കമ്പനി, വെൽസ്പൺ സ്പെഷ്യാലിറ്റി സൊല്യൂഷൻസ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്നവയുടെ Q1 ഏർണിംഗ്സുകൾ പ്രസിദ്ധീകരിക്കും. ഇനി ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ പ്രകാരം നിഫ്റ്റിക്ക് 24,350, 24,400 എന്നീ ലെവലുകളിൽ അതിശക്തമായ റെസിസ്റ്റൻസ് ഒരുപക്ഷെ നേരിട്ടേക്കാം. മുന്നോട്ടൊരു പ്രയാണം സാധ്യമാവുകയാണെങ്കിൽ, കാരണം ഈ ലെവലിലായിട്ടായിരുന്നു നിഫ്റ്റിയുടെ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ഹൈ നിലനിന്നിരുന്നതും. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ലെവലുകളും അതിശക്തമായി മറികടന്നെങ്കിൽ മാത്രമേ തുടർന്ന് 24,500, 24,600 എന്നീ ലെവലുകളിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം സാധ്യമാവുകയുമുള്ളൂ. എന്നാൽ ഡൗൺ സൈഡിലേക്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇന്നലത്തെ ഡേ ലോയായ 24,135 എന്ന ലെവൽ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ആണെങ്കിലും 24,000 എന്ന ലെവൽ സൈക്കോളജിക്കൽ ലെവൽ മാത്രമല്ല. ഈ ലെവലിലായിട്ടാണ് നിഫ്റ്റിയുടെ ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജ് ആയ 20-day EMA നിലകൊള്ളുന്നതും. ആയതിനാൽ തന്നെ ഈ ലെവലും നിഫ്റ്റിക്ക് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ രണ്ടാഴ്ചയിലേറെ കാലമായി നിഫ്റ്റിയുടെ ക്രൂഷ്യൽ സപ്പോർട്ട് ഏരിയയായ 23,800 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഡൗൺ സൈഡിലേക്ക് അതിപ്രധാനവുമാണ്. ഈ ലെവലും നിഫ്റ്റിക്ക് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ തുടർന്ന് സെല്ലിംഗ് പ്രഷറും വർദ്ധിക്കാനുള്ള സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിനു വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ചെയ്തത്. ഇന്നലെ വൈകുന്നേരം 5 മണിയോടുകൂടി ഇന്ത്യയിൽ നിന്നും റിലീസ് ചെയ്യപ്പെട്ട ജൂൺ മാസത്തെ ഇയർ ഓൺ ഇയർ ബേസിസിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഔട്ട്പുട്ട് ഡാറ്റ ഇയർ ഓൺ ഇയർ ബേസിസിൽ 5% വർധനവ് രേഖപ്പെടുത്തിക്കൊണ്ട് ബെറ്റർ ആയിട്ടുള്ള ഡാറ്റയാണ് വരികയും ചെയ്തത്. ഇതിനെ തുടർന്ന് ഇന്ത്യയിലെ ഇൻഫ്രാസ്ട്രക്ചർ ഔട്ട്പുട്ട് അതിന്റെ 5 മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിലായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തു. ഇന്ന് പ്രധാനപ്പെട്ട മാക്രോ ഇക്കണോമിക് ഡാറ്റകളുടെ റിലീസോ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകളോ ഒന്നും തന്നെ നിലനിൽക്കുന്നതുമില്ല. ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിന് കൺസോളിഡേഷനോട് കൂടിയിട്ടാണെങ്കിലും നഷ്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടി വരിക മാത്രമല്ല, വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്നലെയും 1,121.04 കോടി രൂപയ്ക്ക് ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ നിന്നും തുടർച്ചയായിട്ട് 6ാമത്തെ ട്രേഡിംഗ് സെഷനിലും സെല്ലിംഗ് തുടരുകയാണ് ചെയ്തത്. എങ്കിലും ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 1,312.03 കോടി രൂപയ്ക്ക് ബൈയിങ്ങും തുടർന്നു. ADR സ്റ്റോക്സിലേക്ക് വരുമ്പോൾ Q1 ഏർണിംഗ്സുകൾ നിരാശപ്പെടുത്തിയില്ലെങ്കിലും മാർക്കറ്റ് എക്സ്പെക്ടേഷനെ മീറ്റ് ചെയ്യുവാൻ സാധിക്കാത്തതിന്റെ ഫലമായിട്ട് ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ അനുഭവപ്പെട്ട വീക്ക്നെസ് ബാങ്കിംഗ് സ്റ്റോക്കുകളായ ആക്സിസ് ബാങ്ക്, HDFC ബാങ്ക് ADRകൾക്ക് ഇന്നലെ US മാർക്കറ്റിലും ക്ഷീണമേൽക്കേണ്ടതായിട്ട് വന്നു. തുടർന്ന് ആക്സിസ് ബാങ്കിന് 3.25%, HDFC ബാങ്ക് ADRന് 10.5% നഷ്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. അതേസമയം ഡോക്ടർ റെഡ്ഡീസിന് 0.5%, ഇൻഫോസിസിന് 1.5%, വിപ്രോയ്ക്കും 0.5% നഷ്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ICICI ബാങ്ക് ADRന് ഫ്ലാറ്റ് ആയിട്ടും ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനുമായി. ഇന്ന് പ്രധാനമായും 3 IPOസിന്റെ ലിസ്റ്റിംഗ് ആണ് നടക്കുന്നത്. മെയിൻ ബോർഡിലേക്ക് SBI ഫണ്ട് മാനേജ്മെന്റിന്റെയും ആൽപൈൻ ടെക്സ് വേൾഡിന്റെയും ലിസ്റ്റിംഗ് നടക്കാനുള്ളപ്പോൾ SME സെഗ്മെന്റിലേക്ക് മൈൽവോക്സ് ടെക്നോളജീസിന്റെയും ലിസ്റ്റിംഗ് നടക്കാനുണ്ട്. ഏഞ്ചൽ വൺ, ചോളമാൻഡൽ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഫൈനാൻസ് കമ്പനി, ഇൻഡോബ്രോക്സ് കെമിക്കൽസ്, ജാരോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മാനേജ്മെന്റ് ആൻഡ് റിസർച്ച്, കെസോൾസ് ഇന്ത്യ, ലക്ഷ്മി ഓർഗാനിക്സ് ഇൻഡസ്ട്രീസ്,
പഞ്ചാബ് സിന്ധു ബാങ്ക്, റെയിൻബോ ചിൽഡ്രൻസ് മെഡിക്കെയർ തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് എക്സ് ഡിവിഡന്റ് ആയിട്ട് ട്രേഡ് ചെയ്യപ്പെടും. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ തുടർച്ചയായി ഇന്നലെയും യുഎസ് മാർക്കറ്റുകൾക്ക് നേരിയതാണെങ്കിലും നഷ്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. തുടർന്ന് S&P 500-ന് 0.19%, നാസ്ഡാക്കിന് ഫ്ലാറ്റ് ആയിട്ട് നെഗറ്റീവ് സെന്റിമെന്റ്സോടുകൂടി, അതായത് 0.05% നഷ്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നപ്പോൾ യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റിന് 0.25% നഷ്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടി വരികയും ചെയ്തു. എന്നാൽ അതേസമയം ഫ്രാൻസ്, ജർമ്മൻ മാർക്കറ്റുകൾക്ക് ഫ്ലാറ്റ് ആയിട്ട് പോസിറ്റീവ് സെന്റിമെന്റ്സോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി നിലവിലെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിൽ ജപ്പാൻ മാർക്കറ്റ് 1.25%-ലേറെയും അതേസമയം കൊറിയൻ മാർക്കറ്റ് 1.25%-അടുത്തും നേട്ടത്തോടു കൂടിയിട്ടാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചിട്ടുള്ളത്. ബ്രെന്റ് ക്രൂഡിന്റെ വില ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടയ്ക്കുമ്പോഴുള്ള തൽസ്ഥിതി തുടരുന്നുണ്ട്. $88.90 ആയിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $82.46 എന്ന നിലയിലുമായിട്ടാണ് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഗോൾഡിന്റെ വിലയിലും കാര്യമായ ഉയർച്ച താഴ്ചകളില്ല. ഇന്നലത്തെ പോലെ തന്നെ $421.91 per ഔൺസ് എന്ന നിലയിലായിട്ടാണ് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് നിഫ്റ്റിയുടെ ടെക്നിക്കൽസുകൾ പരിശോധിക്കാം. PCR 1.36 എന്ന നിലയിൽ അൾട്രാ ബുള്ളിഷ് ആയിട്ട് തന്നെ നിലനിൽക്കുന്നു. മാക്സ് പെയിൻ 24,200 എന്ന ലെവലിലും വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 24,500 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുക. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗും നിലവിൽ കാണുക. എങ്കിലും പുട്ട് സൈഡിലേക്ക് 24,200 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 23,900 എന്ന സ്ട്രൈക്കിലായിട്ടാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നിലവിൽ കാണുക. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. വാൻബറി US FDAയുടെ ഭാഗത്ത് നിന്നും കമ്പനിയുടെ ആന്ധ്രാപ്രദേശിലെ പ്ലാന്റിൽ നടത്തിയ പതിവ് കറന്റ് ഗുഡ് മാനുഫാക്ചറിംഗ് നടത്തിയ പരിശോധനയിൽ US FDA-യിൽ നിന്നും 6 നിരീക്ഷണങ്ങൾ ലഭിച്ചു. റെഡിംഗ്ടൺ തത്സമയ ഓഡിയൻസ് എൻഗേജ്മെന്റ് സേവനങ്ങളിൽ ആഗോളതലത്തിൽ മുൻനിരയിലുള്ള റിസൾട്ടക്സുമായി തന്ത്രപരമായ വിതരണ പങ്കാളിത്തം കമ്പനി പ്രഖ്യാപിച്ചു. ഇന്റർഗ്ലോബ് ഏവിയേഷൻ 510 എയർബസ് A320 നിയോ ഫാമിലി വിമാനങ്ങൾക്കായി 1000-ലധികം ലീപ് 1A എഞ്ചിനുകൾ വാങ്ങുന്നതിനായി ഇൻഡിഗോ CFM ഇന്റർനാഷണലുമായിട്ട് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. ബജാജ് ഹെൽത്ത് കെയർ പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ Q1 ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. പ്രോഫിറ്റില് 14.1%-യും റവന്യൂവില് 11.3%-യും വർധനവ് രേഖപ്പെടുത്തി. SML മഹേന്ദ്ര പ്രോഫിറ്റില് 5% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 13.2% വർധനവും രേഖപ്പെടുത്തി. ശോഭ Q1 കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസില് കമ്പനിയുടെ പ്രോഫിറ്റില് 4 മടങ്ങ് വർധനവ് രേഖപ്പെടുത്തിക്കൊണ്ട് 13.6 കോടി രൂപയിൽ നിന്നും 50.8 കോടി രൂപയായിട്ട് വർധനവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവിലും 50% വർധനവ് രേഖപ്പെടുത്തുകയും ചെയ്തു. കാനറ HSBC ലൈഫ് ഇൻഷുറൻസ് കമ്പനി പ്രോഫിറ്റില് 20.2%-യും നെറ്റ് പ്രീമിയം ഇൻകത്തില് 23.8%-യും നെറ്റ് കമ്മീഷൻസില് 21.8%-യും വർധനവ് രേഖപ്പെടുത്തി. റാലീസ് ഇന്ത്യ പ്രോഫിറ്റില് 31.6%-യും റവന്യൂവില് 6.8%-യും വർധനവും രേഖപ്പെടുത്തി. ബ്ലൂസ്റ്റോൺ ജ്വല്ലറി കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ 34.5 കോടി രൂപ നെറ്റ് ലോസ് റിപ്പോർട്ട് ചെയ്ത കമ്പനി ഇത്തവണ 6.96 കോടി രൂപയുടെ പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്തപ്പോൾ റവന്യൂവില് 49.6%-ന്റെ വർധനവും രേഖപ്പെടുത്തി. പേടിഎം കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റില് 79%-ന്റെ വർധനവ് രേഖപ്പെടുത്തിക്കൊണ്ട് തുടർച്ചയായി 5 ക്വാർട്ടറിലും കമ്പനിക്ക് നെറ്റ് പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്യുവാനായി റവന്യൂവിലും 28%-ന്റെ വർധനവും രേഖപ്പെടുത്തി. CDSL 2022 മാൽവെയർ ആക്രമണത്തിന് കാരണമായ സൈബർ സുരക്ഷാ വീഴ്ചകളുടെ പേരിൽ CDSL-ന് സെബി 1 കോടി രൂപയുടെ പിഴ ചുമത്തി. ഏവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.